ഗുമസ്തൻ അമൽ കെ ബേബി സംവിധാനം ചെയ്ത് ജെയ്സ് ജോസ്, ഷാജു, ബിബിൻ ജോർജ്, സ്മിനു സിജോ തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. കോടതി വ്യവഹാരങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള, നിയമവും അതിന്റെ പഴുതുകളെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് ധാരണയുള്ള ഒരു ഗുമസ്തന്റെ വീട്ടിൽ നടക്കുന്ന ഒരു ക്രൈം, അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഗുമസ്തൻ എന്ന ഈ സിനിമ പറയുന്നത്. ഒരു ഇരയില്ലാതെ ഒരു ക്രൈം നടക്കുന്നു എന്ന അപൂർവതയുള്ള ഒരു കഥ, അതായിരുന്നു ഈ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ സാധ്യത എന്ന് പറയാം. ആ തോട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ബേസിക് പ്ലോട്ട് തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഞാൻ പറഞ്ഞതുപോലെ കോടതി വ്യവഹാരങ്ങൾ, ഒരു ക്രൈം നടത്തിയ ഒരു വ്യക്തി എങ്ങനെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാം, അതിന്റെ ആ ഒരു ക്രിമിനൽ മൈൻഡോട് കൂടിയുള്ള ചില ടെക്നിക്സ് ഒക്കെ വളരെ നൈസായിട്ട് തന്നെ, പ്രൊഫഷണൽ ആയിട്ട് തന്നെ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നൈസ് എന്ന വാചകം കേട്ട് തെറ്റിദ്ധരിക്കേണ്ട, അത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു വീഴ്ച തന്നെയാണ് എന്ന് പറയാം. സ്റ്റിൽ ഇറ്റ്സ് ബ്രില്യന്റ്. പെർഫോമൻസുകൾ, അതായത് പ്രധാനപ്പെട്ട ക്യാരക്ടറുകൾ ചെയ്ത ആൾക്കാരുടെ പ്രകടനങ്ങൾ ഓക്കേഷ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ജെയ്സ് ജോസ് ആണ് ഇതിലെ പ്രധാന വേഷമായിട്ടുള്ള ഗുമസ്തൻ ആൻഡ്രൂസ് പള്ളിപ്പാടൻ എന്ന നായക കഥാപാത്രത്തിൽ വന്നിട്ടുള്ളത്. ലൂസിഫർ, കടുവ പോലെയുള്ള പടങ്ങളിൽ മിക്കവാറും ഒരു ഗുണ്ട ഇമേജ് ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തു വന്ന അദ്ദേഹത്തിന് ഒരു പ്രധാന വേഷം കിട്ടിയതിൽ എനിക്ക് പേഴ്സണലി വളരെയധികം സന്തോഷമുണ്ട്. ചില ആക്ഷൻ രംഗങ്ങളും മാസ് രംഗങ്ങളും ഒക്കെ പുള്ളി നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില അഭിനയ പ്രാധാന്യമുള്ള മുഹൂർത്തങ്ങൾ, ചില ഇമോഷണൽ രംഗങ്ങളിൽ എക്സ്പ്രഷൻസ് ഒക്കെ കുറച്ച് ദുർബലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആക്ഷനും ലുക്കും ചില ഭാവങ്ങളും ഒക്കെ കൊള്ളാമായിരുന്നെങ്കിലും ഇതിലെ വില്ലന്റെയും പെർഫോമൻസ് ചിലയിടങ്ങളിൽ അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. വില്ലൻ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. പടത്തിലെ എടുത്തു പറയേണ്ട നല്ലൊരു റോൾ ഷാജു ആണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ മികച്ച വേഷങ്ങളിൽ ഒന്നായിരുന്നു ഇത്. നല്ല കിടുവായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ പോസ്റ്റർ ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബിബിൻ ജോർജ്, അതുപോലെ ദിലീഷ് പോത്തൻ തുടങ്ങിയവരുടെ തലയാണ് വലുതായിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവർക്ക് ഈ പടത്തിൽ ചെറിയ റോളുകളാണുള്ളത്. പ്രത്യേകിച്ച് ദിലീഷ് പോത്തന് കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാനില്ല. ഒരു ഗസ്റ്റ് റോൾ എന്നേ വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. ബിബിൻ ജോർജിന് ചെറുതാണെങ്കിലും നല്ലൊരു റോളാണ്, നല്ല പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടേത്. പ്രകടനത്തിൽ സ്മിനു സിജോയും മികച്ചു തന്നെ നിന്നു. റോണി ഡേവിഡ് രാജ്, ബിന്ദു സജീവ്, അസീസ് നെടുമങ്ങാട്, അലക്സാണ്ടർ പ്രശാന്ത് തുടങ്ങിയവരും പടത്തിലുണ്ട്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയൊന്നുമല്ല. ഉള്ള ബഡ്ജറ്റിൽ പടം ടെക്നിക്കലി നൈസ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. കുഞ്ഞുണ്ണി എസ് കുമാറിന്റെ ക്യാമറയും അയൂബ് ഖാന്റെ എഡിറ്റിംഗും കൊള്ളാം. ഒരു പാട്ടുള്ളത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സ്റ്റീഫൻ ദേവസിയാണ്. ആ പാട്ട് വേണമെങ്കിൽ പടത്തിന്റെ ആദ്യമേ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ബിനോയ് എസ് പ്രസാദ് ആണ് ഇതിന്റെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. സിനിമയുടെ BGM പലയിടങ്ങളിലും ഓക്കെ ആയിരുന്നു, പക്ഷെ ചിലയിടങ്ങളിൽ വളരെ ഓവർഡൂ ചെയ്തതായിട്ട് എനിക്ക് തോന്നി. പടത്തിന്റെ ലെങ്ത് ഒരു നെഗറ്റീവ് ആയിട്ടാണ് തോന്നിയത്. കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയാമായിരുന്നു. ചില സീൻസ് വല്ലാതെ വലിച്ചു നീട്ടിയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാജുവും ഒരു പോലീസുകാരനും കൂടി വണ്ടിയിൽ വരുന്നു, വീട് നോക്കുന്നു, വീടിനടുത്തേക്ക് നടക്കുന്നു, കോളിംഗ് ബെൽ അടിക്കണമെന്ന് ആലോചിക്കുന്നു, പിന്നെ അടിക്കുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അങ്ങനെ ഒരു വലിച്ചു നീട്ടൽ പലയിടത്തും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ട്രിം ചെയ്ത് കുറച്ചുകൂടി ഫാസ്റ്റ് പേസിൽ പടം അവതരിപ്പിക്കാമായിരുന്നു. കുറെ കാര്യങ്ങൾ സ്പൂൺ ഫീഡ് ചെയ്തതും ആവശ്യമില്ലാത്തതായിട്ട് തന്നെ തോന്നി. ഇതിനൊരു ഇമോഷണൽ പോർഷൻ ഉണ്ട്. ഞാൻ കുറെ ശ്രമിച്ചു അതുമായിട്ടൊന്ന് ഇമോഷണലി കണക്ട് ആവാനായിട്ട്. ഞാൻ എന്നെ കൂടെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അങ്ങോട്ട് ഇമോഷണൽ കണക്ഷൻ ശരിയായിട്ട് ഉണ്ടായില്ല. ഒരു പക്ഷേ ഈ ഒരു മെയിൻ കഥാപാത്രം അത്രയ്ക്ക് റൂട്ടഡ് ആകുന്നില്ല എന്നതാണ് പ്രശ്നമെന്ന് തോന്നി. ഇപ്പോൾ CID രാമചന്ദ്രൻ സിനിമയിലെ ഷാജോന്റെ നായക കഥാപാത്രത്തോടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അയാളൊരു സാധാരണ മനുഷ്യനാണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാവാം. ഇതിലെ നായകൻ ഒരു ഗുമസ്തനാണ്, പക്ഷെ ഒരു മാസ് ക്യാരക്ടറാണ്. ഒരു ഗുമസ്തനെ എല്ലാവരും ഇങ്ങനെ ഭയക്കുന്നു. അയാൾ അതിസമ്പന്നനാണ്. വലിയ വക്കീലന്മാർ പോലും പുള്ളിയുടെ അടുത്തേക്ക് ഉപദേശം തേടി വരുന്നു. ഇതൊക്കെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല, നടക്കാം. പക്ഷെ കുറെ കൂടെ കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. അതായിരിക്കാം പ്രധാന പ്രശ്നം. ആകെ മൊത്തം ടോട്ടലിൽ ഒരു മോശം സിനിമയൊന്നുമല്ല. ഗുമസ്തൻ ത്രില്ലർ പ്രേമികൾക്ക് ഒരു വട്ടം കാണാനുള്ള ഒരു വകയുള്ള ചിത്രം തന്നെയാണ്. ഞാൻ ഈ മേൽപ്പറഞ്ഞ ചില പോരായ്മകളൊക്കെ മാറ്റി നിർത്തിയാൽ ഉള്ളത് കൊണ്ട് മാക്സിമം നന്നായിട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം ഇതിന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ OTT വരുമ്പോൾ കുറച്ചുകൂടി അപ്രിസിയേഷൻ കിട്ടുമായിരിക്കും ഈ പടത്തിനെന്ന് വിചാരിക്കുന്നു. സോ ഇതൊരു ആവറേജ് ഫിലിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയാണ്.